പത്മഭൂഷൺ ബഹുമതി ഏറ്റുവാങ്ങിയ മലയാളത്തിന്റെ പ്രിയ താരം മമ്മൂട്ടിയെയും കുടുംബത്തെയും ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ടു. ഇന്ന് നടന്ന പത്മ പുരസ്കാര ചടങ്ങിന് ശേഷം പ്രശസ്ത നടൻ മമ്മൂട്ടിയെയും കുടുംബത്തെയും നേരിൽ കണ്ടു എന്ന് പ്രധാനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മമ്മൂട്ടിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഭാര്യ സുൽഫത്ത്, മകൾ സുറുമി, മകൻ ദുൽഖർ സൽമാൻ, മരുമകൾ അമാൽ സൂഫിയ എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി പ്രധാനമന്ത്രിയെ കണ്ടത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷണും, പി നാരായൺ, ജസ്റ്റിസ് KT തോമസ് എന്നിവർ പത്മവിഭൂഷണം ഏറ്റുവാങ്ങി. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനും RSS സൈദ്ധാന്തികനുമായ പി നാരായൺ എന്നിവർക്ക് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ സമ്മാനിച്ചു. നൃത്ത അധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാര്യ സുൽഫത്ത്, മക്കളായ ദുൽഖർ സൽമാൻ, സുറുമി എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയത്. നരേന്ദ്രമോദിയെയും ഓം ബിർളയെയും അമിത് ഷായെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്ത ശേഷമാണ് മമ്മൂട്ടി പുരസ്കാരം സ്വീകരിക്കാനായി രാഷ്ട്രപതിയുടെ അടുത്തെത്തിയത്. മമ്മൂട്ടി ബഹുമതി സ്വീകരിക്കുമ്പോൾ സദസ്സിലിരുന്ന് കൈയടിക്കുന്ന മകൻ ദുൽഖർ സൽമാനെ ദൃശ്യങ്ങളിൽ കാണാം. മെയ് 25 നടന്ന ഒന്നാം ഘട്ട പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കേരളത്തിൽ നിന്നും 2 പേർ പത്മശ്രീ ഏറ്റുവാങ്ങിയിരുന്നു. ശാസ്ത്രമേഖലയിലെ മികച്ച സംഭാവനകൾക്ക് ഡോക്ടർ AE മുത്തുനായകവും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ശ്രീമതി ദേവകി അമ്മയുമാണ് ആദ്യഘട്ടത്തിൽ ആദരമേറ്റുവാങ്ങിയത്. 2 ഘട്ടങ്ങളിലായി 7 മലയാളികളെയാണ് രാജ്യം ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. 1998 രാജ്യം മമ്മൂട്ടിയെ പത്മശ്രീ നൽകി ആദരിച്ചു. പത്മഭൂഷന്റെ തിളക്കത്തിലെത്തുന്നത് 28 വർഷത്തിന് ശേഷമാണ്. മികച്ച നടനുള്ള 7 പുരസ്കാരം ഉൾപ്പെടെ 10 സംസ്ഥാന അവാർഡുകളാണ് അദ്ദേഹം നേടിയത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. കഴിഞ്ഞ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അതേ ദിവസമാണ് പത്മഭൂഷൺ പുരസ്കാര വാർത്തയെത്തിയത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലെല്ലാം വെള്ളിത്തിരയിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ തിളങ്ങുന്ന നക്ഷത്രം തന്നെയാണ്. പുതുതലമുറ പരീക്ഷണ ചിത്രങ്ങളിൽ അനിതരസ സാധാരണ അഭിനയ മികവുമായി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ താരം. എന്തായാലും ചടങ്ങിന് ശേഷമാണ് അദ്ദേഹം കുടുംബത്തെയും കൂട്ടി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയത്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിയും തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്.